നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ. ഫോട്ടോഷോപ്പിൽ ഒരു ക്രൗൺ സൈസ് അല്ലെങ്കിൽ ഡെമ്മി സൈസിൽ വലിയ ഭിത്തികളിലൊക്കെ ഒട്ടിക്കുന്ന വലിയൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന രീതിയാണ്. ക്രൗൺ സൈസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ക്രൗൺ സൈസ് എന്നും ഡെമ്മി സൈസ് എന്നും പറഞ്ഞ് രണ്ട് തരം സൈസുകളുണ്ട്. ക്രൗൺ ഉണ്ട്, അതുപോലെ തന്നെ ഡെമ്മി ഉണ്ട്. രണ്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. തൽക്കാലം ഞാനിവിടെ ക്രൗൺ സൈസാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു രീതി തന്നെ ഡെമ്മി സൈസിൽ ഉപയോഗിക്കാം. അതിൻ്റെ സൈസുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ക്രൗണിന് വേണ്ടി ഞാൻ 36 സെൻറ്റിമീറ്റർ, അതുപോലെ ഹൈറ്റ് 48 സെൻറ്റിമീറ്റർ, 36, 48 ആ ഒരു സൈസിലാണ് ചെയ്യുന്നത്. റെസല്യൂഷൻ 300 തന്നെ, CMYK കളർ മോഡ്, വൈറ്റ്, അതുപോലെ തന്നെ പോസ്റ്റർ ക്രൗൺ എന്ന് പേര് കൊടുക്കുന്നു. ഞാനൊരു വൈഡ് ഷേപ്പിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതായത് ഹൈറ്റ് 36 വിഡ്ത്ത് 48 എന്നുള്ള രീതിയിലേക്കാക്കി. അതിന് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഗൈഡ് ലൈനൊക്കെ തന്നെ വെക്കണം. ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പ്. പോസ്റ്റർ ആയതുകൊണ്ട് 1 അല്ല 2 സെൻറ്റിമീറ്റർ വേണമെങ്കിലും വെക്കാം, കുഴപ്പമില്ല. അതുപോലെ ഇവിടെയും 2 സെൻറ്റിമീറ്റർ, താഴെയും അതുപോലെ തന്നെ വയ്ക്കാം. അതിനെ സേവ് ആസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫോൾഡറിലേക്ക് തന്നെ അങ്ങ് സേവ് ചെയ്യാം. നമുക്ക് അതിൻ്റെ മാറ്ററുകളൊക്കെ നേരത്തെ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാറ്ററിനെ ഞാനിവിടെ ഓപ്പൺ ചെയ്യാം. അത് ടൈപ്പിറ്റിൽ തന്നെയാണ് ഞാനത് ഓപ്പൺ ചെയ്യുന്നത്. ബേക്കറി ബി എന്ന് പറഞ്ഞുള്ളൊരു ബേക്കറിയുടെ പരസ്യമാണ് ചെയ്യേണ്ടത്. ബേക്കറി ബിയുടെ 40ാമത് വാർഷികത്തോടനുബന്ധിച്ച് 40 വനിതകൾക്കായി ബേക്കറി ബിയുമായി സഹകരിച്ച് സംരംഭകരാകാൻ അവസരം എന്ന് പറഞ്ഞുള്ള ഒരു മാറ്ററാണ്. അപ്പോൾ ആദ്യം ആ മാറ്റർ എടുക്കാം. ബേക്കറി ബിയുടെ 40ാമത് വാർഷികത്തോടനുബന്ധിച്ച് 40 വനിതകൾക്ക് ബേക്കറി ബിയുമായി സഹകരിച്ച് സംരംഭകരാകാൻ അവസരം. ആ മാറ്ററിനെ നമ്മൾ കോപ്പി ചെയ്യുന്നു, ഇവിടെ വയ്ക്കാം. അതിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടേണ്ടതുണ്ട്. കളർ ഞാൻ തൽക്കാലം ബ്ലാക്ക് ആക്കുകയാണ്. അത് മലയാളം ഫോണ്ട് കിടക്കുന്നതിന് ഇംഗ്ലീഷ് ആക്കണം. ബേക്കറി ബി എന്നുള്ളത് ഇംഗ്ലീഷ് ഫോണ്ട് വേണം. അതുപോലെ ഇവിടെ അവിടെ ഇംഗ്ലീഷ് ആക്കേണ്ടതുണ്ട്.
അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട മാറ്റർ ബേക്കറി ബിയുമായി സഹകരിച്ച് 40 വനിതകൾക്ക് സംരംഭകരാകാൻ അവസരം എന്നുള്ളതാണ്. ആ മാറ്ററാണ് അല്പം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അതിനെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. 40 വനിതകൾക്ക് അതിന് റെഡ് കളർ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈസ് അല്പം കൂട്ടി കൊടുക്കാം. അപ്പോൾ അല്ല കുറച്ചധികം മറ്റേ ഫോണ്ടുകളുമായിട്ട് വളരെയധികം വലുപ്പത്തിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ലീഡിങ് സൈസും ഒക്കെ അല്പം കൂട്ടി കൊടുക്കണം. പിന്നെ സംരംഭകരാകാൻ അവസരം അതും ഒരല്പം വലുതാക്കുക. മറ്റതുപോലെ തന്നെ വലുപ്പത്തിൽ കിടക്കണം. അതിനും റെഡ് കളർ കൊടുക്കാം. അതിൻ്റെയും ലീഡിങ് 40 ആക്കി കൊടുക്കുക. അതിനെ ഇങ്ങനെ ഒരു സൈഡിൽ അല്പം വലുതാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി അതിൻ്റെ ബാക്കി മാറ്റർ കൂടി എടുക്കുകയാണ്. വ്യത്യസ്തമായ രുചിയോടുകൂടി മായങ്ങളൊന്നും ചേർക്കാതെ സ്വാദിഷ്ടമായ പലഹാരങ്ങളോ അച്ചാറുകളോ ജ്യൂസുകളോ മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങളോ ഉണ്ടാക്കുവാൻ നിങ്ങൾ കഴിവുള്ളവരാണോ? ആ മാറ്ററിനെ എടുത്ത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനും മറ്റൊരു കളറാണ് കൊടുക്കേണ്ടത്. തൽക്കാലം ബ്ലാക്ക് കൊടുക്കുകയാണ് തെളിഞ്ഞ് കാണാൻ വേണ്ടി. എന്നിട്ട് അതിനെ നമുക്കൊരു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇടേണ്ടതുണ്ട്. അതിൻ്റെ ആ സെറ്റിങ്സിന് കറക്റ്റാകാൻ വേണ്ടി അതിനെ പല പല പീസുകളാക്കി മുറിച്ച ശേഷം അതിന് റൈറ്റ് അലൈൻമെൻറ്റ് കൊടുത്തുകൊണ്ട് അതുപോലെ അതിൻ്റെ ലീഡിങ് സൈസ് അല്പം കുറച്ച് കൊടുക്കുക. അതിൻ്റെ കളർ ഒരു പർപ്പിൾ കളർ മറ്റോ കൊടുക്കുകയാണ്. ഇത്രയും കളർ കൊടുക്കുക. ഇനി അതിൻ്റെ ബാക്കി മാറ്ററുകൾ എടുക്കുകയാണ്. ഇങ്ങനെ തുടങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ബേക്കറി ബിയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രത്യേകം ക്രമീകരിക്കുന്ന കൗണ്ടറിൽ കൂടി വിൽപ്പനയ്ക്കുള്ള അവസരം നൽകുന്നു. ഇടയ്ക്ക് ഇംഗ്ലീഷും മലയാളവും കൂടെ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് മാറിപ്പോകുന്ന ഫോണ്ടുകൾ നമ്മൾ ഇംഗ്ലീഷ് ആക്കി കൊടുക്കണം കേട്ടോ. എങ്കിലേ അത് കറക്റ്റായി വായിക്കാൻ പറ്റും. അതിന് നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് കളറിലോ മറ്റോ തൽക്കാലം വെക്കാം. അതിനുശേഷം അടുത്ത മാറ്റർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, വിധവകൾ, പൂർണ്ണ സമയ ജോലികൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അംഗപരിമിതിയോ ഉള്ളവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഇതിനെ നമുക്ക് ഇവിടെ വെക്കാം. അതിൻ്റെ കളറ് ബ്ലാക്ക് തന്നെയാക്കാം.
ഇനി അതിനൊന്ന് സേവ് കൊടുക്കാം. ഇത് വലിയ സൈസ് ആയതുകൊണ്ട് സേവ് ആകാൻ അല്പം ഡിലേ വരും. നമ്മുടെ മെമ്മറി കൂടുതലുള്ള കമ്പ്യൂട്ടറുകളിലായിരിക്കും ഇത് ചെയ്യാൻ സൗകര്യം. ഇനി പുതിയ ഒരു ലെയറിനെ മേക്ക് ചെയ്യുന്നു. ഷിഫ്റ്റ് കൺട്രോൾ N കൊടുത്ത് പുതിയ ലെയർ മേക്ക് ചെയ്യുന്നു. അതിനുള്ളിലേക്ക് നമുക്കൊരു യെല്ലോയിഷ് കളർ ഞാൻ ഫില്ല് ചെയ്യുകയാണ്. ഒരു ഗോൾഡൻ യെല്ലോ. ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചുകൊണ്ട് അതിന് നമുക്ക് ഗ്രേഡിയൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് ഒന്ന് ഗ്രേഡിയൻസ് ഉപയോഗിക്കുകയാണ്. ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ യെല്ലോയും മറ്റേ സൈഡിലേക്ക് വൈറ്റും വരത്തക്ക രീതിയിൽ വേണം അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കളർ കൂടി ലൈറ്റാക്കി. ഇനി ഇതിലേക്കുള്ള പിക്ചറിനെ എടുത്തുകൊണ്ട് വരാം. ഇത് വെക്കാനുള്ള പിക്ചർ ഇതാണ്. അത് നേരത്തെ തന്നെ നമ്മളിവിടെ സേവ് ചെയ്തു. ഇപ്പോൾ വനിതകളുമായി ബന്ധപ്പെടുന്ന ഒരു പരസ്യം ഇതായതുകൊണ്ട് അതിലേക്കൊരു ലേഡി ചെഫിൻ്റെ പിക്ചറാണ് ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ തൽക്കാലം നമുക്ക് ഇതിനുള്ളിലേക്ക് ഓപ്പൺ ചെയ്തു കൊടുക്കാം. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പെൻ ടൂൾ വെച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്യുന്നത്. പെൻ ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. ഈ ഭാഗം കൂടി കട്ട് ചെയ്യാനുണ്ട്. അവിടെ കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. മേക്ക് സെലക്ഷൻ 2 റേഡിയസ് കൊടുക്കുന്നു. അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു.
അതിനെ സേവ് ചെയ്യുകയാണ്. വലിയ പിക്ചർ ആയതുകൊണ്ടാണ് സേവ് ആകാൻ താമസം എടുക്കുന്നത്. ഇനി അതിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ പോസ്റ്ററിന് ഉള്ളിലേക്ക് വെക്കാം. തൽക്കാലം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ യെല്ലോ കളർ ഞാൻ കളയുകയാണ്. അതെന്തോ ഒരു അഭംഗി തോന്നുന്നതുകൊണ്ട് തൽക്കാലം അത് മാറ്റുന്നു. ഈ പിക്ചറിന് ഞാനൊരു ഡ്രോപ്പ് ഷാഡോ ഒന്ന് കൊടുത്തു നോക്കുക. ഓക്കെ, തൽക്കാലം മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്കിടാം. അതുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് രണ്ടാമത്തെ പാർട്ടിൽ ഇതിൻ്റെ ബാക്കി ഭാഗം കാണിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.